നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്ക് എന്റെ മോളോടൊന്ന് സംസാരിക്കാമോ സാർ? കുട്ടി കുറച്ച് ടെൻഷനില്ല. നേരിട്ട് വന്ന് മകളെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോവുക നല്ലത്. ഞാനിവിടുന്ന് അവിടേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുമല്ലോ സാർ? അത് സാരമില്ല, നിങ്ങൾ വരുന്നവരെ കുട്ടി ഇവിടെ സേഫ് ആയിരിക്കും. സാർ, എൻ്റെ ഒരു കസിൻ തിരുവനന്തപുരത്തുണ്ട്, ദാസ്. ഞാൻ അയാളെ അങ്ങോട്ട് അയച്ചാൽ മതിയോ? ഓക്കെ, ഉത്തരവാദപ്പെട്ട ആരെങ്കിലും അയച്ചാൽ മതി. പുള്ളിയോട് എന്നെ ഒന്ന് കാണാൻ പറ. ശരി സാർ, ശരി, വളരെ നന്ദി. ഓക്കെ. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ? മഞ്ചാടിമൊക്കെ എന്താ പറ്റിയേ? ഒരു ചെറിയ ആക്സിഡന്റ്. വേറെ പേടിക്കേണ്ട കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല. ബാക്കിയുള്ളവർക്കും അച്ഛാ, ബസ്സിൽ വേറെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നല്ലേ? അവർക്കൊക്കെ എങ്ങനെയുണ്ട്? അതൊന്നും അറിയില്ല. ഞാൻ ദാസിനൊന്ന് വിളിക്കട്ടെ. അമ്പിളി ചേച്ചി, ചേച്ചിയെ ഫോൺ എടുത്ത് നിമി ഒന്ന് വിളിക്കുക. എന്താ ഉണ്ടായതെന്ന് അറിയാലോ. ശരിയാ. ഏയ്, വേണ്ട വേണ്ട, ഈ കാര്യം പറഞ്ഞ് ആരെയും വിളിച്ചു പോരുത്. വേണ്ടത് ഞാൻ ചെയ്തോളാം. അല്ല അച്ഛാ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? അണ്ണനാണല്ലോ. അണ്ണൻ വീണ്ടും രഘുവിന്റെ ഊരറിയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. എന്ത് പറയൂ അണ്ണനോട്? ഇവിടെ സബ് ജയിലിൽ കിടക്കുന്ന രഘു ഗൾഫിലാണെന്ന് പറഞ്ഞേ എത്ര നാള് അണ്ണന്റെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റും? എന്നായാലും സത്യം അണ്ണനറിയും. ആ സ്ഥിതിക്ക് അണ്ണൻ ഇപ്പൊ തന്നെ സൂചന നൽകുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു കാര്യം ഒളിച്ചു വെച്ചതിന് അണ്ണന് എന്നോട് വിഷമം തോന്നും. ഏയ്, അത് വേണ്ട. ഹലോ അണ്ണാ. ദാസ് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ? ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് തിരിച്ചാലോന്ന് ആലോചിക്കാം. ഇവിടുത്തെ എന്റെ പദ്ധതികളൊക്കെ ഒന്ന് പാളി. എനിക്ക് അത്യാവശ്യമായിട്ട് അണ്ണനൊന്ന് കാണും വേണം. ദാസ്, ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. നീ ഉടനെ കോവളം പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ CI ഒന്ന് കാണണം. ഓ ദൈവമേ, രഘുവിന്റെ കാര്യങ്ങളെ കുറിച്ച് വല്ല സൂചനയും അണ്ണന് കിട്ടിയോ? എന്താ ദാസ് നീ ഒന്നും മിണ്ടാത്തത്? നീ തിരുവനന്തപുരത്ത് ഉണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞത്? അതെ അതെ, ഞാൻ അവിടെ ഉണ്ട്. അണ്ണൻ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോ ഞാൻ എന്തിനാണ് കോവളം CI കാണുന്നത്? ഒരു പ്രശ്നമുണ്ട് ദാസ്. എന്ത് പ്രശ്നം? അണ്ണൻ ടെൻഷൻ ആവണ്ട. ഇവിടുന്ന് 10 മിനിറ്റ് ഞാൻ അവിടെ എത്തി മഞ്ചാടിയെ കാണാം. ആദ്യം ഞാൻ CIയുടെ നമ്പർ എടുത്തൊന്ന് വിളിക്കട്ടെ. അണ്ണൻ ധൈര്യമായിട്ടിരിക്കേ. ശരി, മഞ്ചാടിയെ കണ്ട ശേഷം നീ എന്നൊന്ന് വിളിക്കണം, എങ്കിലും എനിക്ക് സമാധാനം ഉണ്ടാവൂ. ഞാൻ വെക്കട്ടെ? ശരി, ഞാൻ വിളിക്കാം. അച്ഛാ, എന്താ അച്ഛാ ഉണ്ടായത്? എന്താണെങ്കിലും ഞങ്ങളോട് കൂടി പറ. കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ല അമ്പിളി. ദാസ് ഉടനെ എന്നെ മഞ്ചാടിയെ കാണും. അവൻ വിളിക്കുന്നതുവരെ ഞാനൊന്ന് കിടക്കട്ടെ. അച്ഛാ, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. അച്ഛാ, എന്താ ഉണ്ടായേ?
അവർ നമ്മളെ ഗോകുലിനൊന്നും കാണാൻ പോലും സമ്മതിക്കുന്നില്ല അങ്ങളെ. CIO വരാതെ അവനെ കാണാൻ പറ്റില്ല എന്നല്ലേ പറയുന്നേ? എടാ, ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തേ? അങ്കിള് വിഷമിക്കാതെ. ഗോകുലിപ്പോ പഴയ ആളൊന്നുമല്ല. അവൻ തെറ്റായിട്ടൊന്നും ചെയ്യില്ല. അങ്കിള് SI ആണെന്ന് തോന്നുന്നു. സാർ ഒരു മിനിറ്റ്. എന്തുകൊണ്ട്? സാർ, നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ഗോകുലിന്റെ അച്ഛനാ ഞാൻ. എനിക്കെന്റെ മോനെ ഒന്ന് കാണണം. ഓ, ആ മഹാനച്ഛനാണോ? നാണല്ലോ തനിക്ക്. തന്റെ മോൻ ചെയ്ത് തെറ്റെന്താണെന്നറിയോ? എന്താ സാർ? ഹോട്ടലിൽ വെച്ച് കോളേജ് വിദ്യാർത്ഥിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല സാർ, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾ അവനെ തെറ്റിദ്ധരിച്ചിരിക്കുക. എടോ, ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെന്ന പരാതിയാ. തന്നെ പോലെ മക്കളെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന മാതാപിതാക്കളാ ഈ നാടിന്റെ ശാപം. സാർ, എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. അവനൊന്ന് കാണിച്ചോളൂ. ശരി സാർ. വാങ്ങളെ, താൻ അവിടെ നിന്നാ മതി. നിങ്ങൾ മാത്രം വന്നാൽ മതി. എല്ലാരും വന്ന് കാണാനേ അവന്റെ അവാർഡ് മേടിച്ച് വന്നതല്ല. വാ. എന്നാ അങ്കിള് പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. അച്ഛാ, 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 ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല അച്ഛാ. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. നിന്നെ കുറിച്ച് ഇങ്ങനെ കേൾക്കേണ്ടി വന്ന എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അച്ഛൻ എന്നെ ഒന്ന് വിശ്വസിക്കും. എന്റെ മഞ്ചാടിയോട് ഞാൻ അങ്ങനെ ചെയ്യുമോ അച്ഛാ? മഞ്ചാടിയോടോ? അവളെ ഞാൻ ഉപദ്രവിക്കാൻ നോക്കുന്ന കേസ്. അച്ഛാ, അപ്പോ നീ ആ പാവം കുട്ടിയോട് പക തീർത്താണല്ലേ? ഇല്ല, ഒരിക്കലും ഞാൻ അവളോട് അങ്ങനൊന്നും ചെയ്യില്ല. എന്റെ മനസ്സിൽ അവക്കുള്ള സ്ഥാനം എന്താന്ന് അച്ഛൻ അറിയാവുന്നല്ലേ? നീ എന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. മഞ്ചാടി നിനക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കൂടാ? ഇല്ല അച്ഛാ, വേണ്ട. ഞാൻ ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്കിങ്ങനെ ഒരു മകനില്ല. എന്റെ മകൻ മരിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്കിൾ. അപ്പോഴത്തെ അവസ്ഥയില് എങ്ങനെയെങ്കിലും ബസ്സിൽ കയറണമെന്ന് മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ ജീവന്റെ കൂടെ കാറിപ്പോയത്.